ഫ്രണ്ട്സ്, ബിഗ് ബോസിലെ വിഷയനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട്. കാരണം ആരാണ് ഔട്ടാകുന്നത് എന്നുള്ള ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും നോക്കുന്നത്. നമ്മുടെ ഓനിയനായാലും അനുവായാലും അങ്ങനെ ആ കുടുംബാംഗങ്ങളെല്ലാം നല്ല രീതിയിൽ ഞെട്ടുന്നുണ്ട്. കാരണം ജിസയിലാണ് പുറത്താകുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പരക്കം പറയുന്ന ഒരു കാര്യം. ലാലേട്ടൻ പറയുന്നുണ്ട് ജിസയിൽ എൻ്റെ അടുത്തോട്ട് വരൂ എന്ന് പറയുന്ന ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഓൾറെഡി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജിസലിനെക്കാട്ടിലും നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. സാബുമാനായാലും നമ്മുടെ ലക്ഷ്മി ആയാലും ബിന്നി ആയാലും അധികം നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാരൊന്നും അല്ല അവർ. പക്ഷെ അവരെ നിർത്തിക്കൊണ്ട് ജിസലിനെ വിളിക്കുമ്പം അതൊരു എല്ലാവർക്കും ഒരു ഞെട്ടലും. പിന്നെ പ്രമുഖരായ പലരും ഇനി പോകാൻ കിടക്കുന്നുള്ള ഞെട്ടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഈ 61 ദിവസമായല്ലോ. അപ്പോൾ ഇനിയും പല പല ആൾക്കാർ ഇനി പോകാൻ നമ്മൾ ഓർക്കാത്ത ആൾക്കാരെ ആയിരിക്കും പറഞ്ഞു വിടുന്നത് അല്ലേ. അപ്പം എന്തായാലും അങ്ങനെ ഞെട്ടിട്ട് എനിക്ക് തോന്നി ഇനി ആര്യനും ജിസേലും തമ്മിലുള്ളൊരു കോമ്പോ തീർന്ന്. അത് വീട്ടുകാർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജനങ്ങൾക്ക് നമുക്കങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കൊന്നും അതൊക്കെ കൊണ്ടാവാം, എന്തോ എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ജിസയിലും മോനിയലും ആണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഒരാൾ ഇന്ന് പോകും, ഒരാൾ നാളെയാണ് പോകുന്നത്. അപ്പം ജിസയിൽ പോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയ പരക്കം പറയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും കാണിക്കുന്നത് അങ്ങനെയാണ്, ജിസയിൽ പോകുന്നതെന്നാണ്. എന്തായാലും നമുക്ക് ഇന്ന് അറിയാം ആരാണ് പോകുന്നത്, ആരാണ് നിൽക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാം. ഞെട്ടലിൻ്റെ കാര്യമൊന്നുമില്ല, ഈ ഞെട്ടുതലൊക്കെ തന്നെ അടുത്ത ആഴ്ച പോകും, അത് ഉറപ്പാണ്. അപ്പം എന്താണ് ജിസയിൽ പോകുന്നത് എന്ന് ആ ഒരു ഞെട്ടലൊക്കെ കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും രേഖപ്പെടുത്തുക. കാരണം ജിസലിനേക്കാളും കളിക്കാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെ നിർത്തിക്കൊണ്ട് ജിസലിനെ വിടുന്നത്, ജിസലിൻ്റെ ഭാഗത്തെ കുറ്റങ്ങളും കാര്യങ്ങളും എന്തായാലും നിങ്ങൾ അതെല്ലാം അത് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.